ഇന്ന് നിരത്തിൽ കാണാൻ പോലുമില്ലാത്ത അപൂർവ ഇനം വാഹനങ്ങൾ. ഒരു കാലത്ത് നമ്മുടെ റോഡുകൾ അടക്കി ഭരിച്ചിരുന്നവ 50 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങളും പുത്തൻ പോലെ സൂക്ഷിച്ചിരിക്കുന്ന ഒരിടത്തേക്കാണ് ഇനി പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. കൊച്ചി രാജേന്ദ്ര മൈതാനിയിൽ സംഘടിപ്പിച്ച വിന്റേജ് കാർ ഷോയിലാണ് തലയെടുപ്പുമായി പഴയകാല വാഹനങ്ങൾ അണിനിരുന്നത്. പഴയ തലമുറയ്ക്കും പുതുതലമുറയ്ക്കും വിന്റേജ് കാറുകളെ പരിചയപ്പെടുത്താനായി ക്ലാസിക് ആൻഡ് വിന്റേജ് മോട്ടോർ ക്ലബ്ബ് കേരളയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. അരുൺ ശങ്കർ നമുക്കൊപ്പം ചേർന്നുണ്ട്. അരുൺ, ഈ വാഹനപ്രേമികൾക്ക് എക്കാലത്തും പ്രിയപ്പെട്ടതാണ് ഈ വിന്റേജ് കാറുകളൊക്കെ. അപ്പോൾ ഈ പ്രദർശനത്തിന് ഇപ്പോൾ ഒരുപാട് പേര് എത്തുന്നുണ്ടോ അങ്ങോട്ടേക്ക്? നമ്മുടെ വാഹന മേഖല പുതിയ ടെക്നോളജിയുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ വന്നു, അതിനുശേഷം ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങളൊക്കെ വന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പൂർവികർ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഈ വിന്റേജ് കാർ ഷോ എന്ന് പറയുന്നത്. പുതിയ തലമുറയ്ക്ക് പഴയ കാറുകളുടെ രൂപങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ പഴയ തലമുറയ്ക്ക് പഴയ അനുഭവങ്ങൾ ഓർത്തെടുക്കാനും കൂടെ ഉപകരിക്കുന്നതാണ് ഈ വിന്റേജ് കാർ ഷോ. നിരവധി പേരാണ് വിന്റേജ് കാർ ഷോയിൽ പങ്കെടുത്തത്. ക്ലാസിക് ആൻഡ് വിന്റേജ് മോട്ടോർ ക്ലബ്ബ് കേരളയാണ് ഈ ഷോ സംഘടിപ്പിച്ചത്. വരും വർഷങ്ങളിൽ തുടരാൻ ആണ് സാധ്യത. 4 ചക്ര വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങൾ, മുച്ചക്ര വാഹനങ്ങളുടെയൊക്കെ പഴയ മോഡലുകളാണ് ഈ ഷോയിൽ അവതരിപ്പിച്ചത്. ഈ ആഗോള ബ്രാൻഡുകളായ ബെൻസിൻ്റെയും ഫോക്സ് വാഗണിൻ്റെയൊക്കെ പഴയ കാറുകൾ അവതരിപ്പിച്ചു. അതോടൊപ്പം നമ്മുടെ സ്വന്തം പ്രീമിയർ പത്നി, അംബാസിഡർ, അതോടൊപ്പം തന്നെ മാരുതി, ഇവരുടെയൊക്കെ തന്നെ ഈ കമ്പനികളിലൊക്കെ തന്നെ പഴയകാല മോഡലുകൾ ഈ ഷോയുടെ ഭാഗമായിട്ട് പ്രദർശിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളിലും രാജ്ദൂത് ഉൾപ്പെടെയുള്ള പഴയകാല ഇരുചക്ര വാഹനങ്ങൾ ഈ ഷോയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുച്ചക്ര വാഹനങ്ങൾ പഴയ നമ്മുടെ ഇപ്പോൾ നിരത്തിലോടുന്ന ഓട്ടോയുടെ പഴയകാല രൂപങ്ങളും പഴയകാല ഓട്ടോ മോഡലുകളൊക്കെ തന്നെ ഈ ഷോയുടെ ഭാഗമായിട്ട് ഈ സംഘാടകർ കൊണ്ടുവന്നു. എന്തായാലും മികച്ച പ്രതികരണമാണ് ഷോയോട് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആ ഒരു ആവേശത്തിൽ ഇനി എല്ലാ വർഷവും ഈ ഷോ തുടരാനാണ് സംഘാടകരുടെ തീരുമാനം.